നമ്മുടെ ഇന്ത്യ ഒരു മതേതര രാജ്യമായതിനാൽ ഔദ്യോഗിക പദവിയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മുടെ ഭരണഘടന അനുസരിച്ച് പറയാം ഇൻ ദ നെയിം ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ഞാൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അഥവാ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരാണെങ്കിൽ ഞാൻ ഭരണഘടനയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയണം. ഇതൊന്നുമല്ലാതെ നമ്മുടെ തലസ്ഥാനത്ത് തിരുവനന്തപുരം BJPയുടെയും കോൺഗ്രസിന്റെയും, BJPയുടെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് വർഗീയത കയറി തലയ്ക്ക് ഭ്രാന്ത് കയറിയവരാണ്. കോൺഗ്രസിന്റെ നേതാക്കൾ, തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ വോട്ട് കൊടുത്ത് തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കള് അവർ വിശ്വസിക്കുന്ന പലതര ദൈവത്തിന്റെ പേര് ചൊല്ലി സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാഴ്ച ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. അവിടുത്തെ ജനങ്ങളോട് എനിക്ക് ഈ വീഡിയോ കഴിഞ്ഞ് പറയാനുള്ളത് ഞാൻ പറയാം. ആ സ്ഥാനാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് വോട്ട് തന്നിരിക്കുന്നത് മതങ്ങളല്ല, ജനങ്ങളാണ്. നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും സ്വാമിയേ ശരണമയ്യപ്പ ഭാരതാംബയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആറ്റുകാൽ അമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ പത്മനാഭ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഭഗവത് നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നമ്മളൊക്കെ പറയും ഇരുന്നിട്ട് കാല് നീട്ടാനൊക്കെ പറയും അല്ലേ? ഇതെന്താ ഇത്? ഇരിക്കുന്ന മുന്നേ കാല് നീട്ടാൻ ശ്രമിച്ച പോലെയാണ്. ഇനി ഇവരുടെ പ്രകടനം എങ്ങനെയുണ്ടെന്ന് ഇനി വരും കാലത്ത് എങ്ങനെയുണ്ടെന്ന് കണ്ടറിയാം. അനുഭവിക്കേണ്ടത് തലസ്ഥാനമാണ് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നാൽ, നിങ്ങൾക്ക് ഇതുവരെയും നേരം വെളുത്തിട്ടില്ലേ? 2025 ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കേണ്ടത്, ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടത് അവർക്ക് വിവരവും വിദ്യാഭ്യാസവും അവരുടെ ഫ്യൂച്ചർ, അവരുടെ പാസ്റ്റ് എങ്ങനെയുണ്ട്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്, അതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഒരാൾക്ക് വോട്ട് കൊടുക്കേണ്ടത്. അതൊന്നും നോക്കാതെ ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തവർക്കൊക്കെ വോട്ട് കൊടുത്തിട്ട് കാണിക്കുന്നുണ്ടില്ലേ? പറയുന്നത് തുടക്കത്തിൽ തന്നെ അവർ നിയമലംഘനമാണ് ചെയ്തിരിക്കുന്നത്. അവർ ജോലിയിലോട്ട് പ്രവേശിക്കുന്ന മുന്നേ അവർ നിയമലംഘനം ചെയ്തിരിക്കുകയാണ്. ഇത് ശരിക്കും കോടതി വരാന്തയിൽ കൂടെ നടക്കേണ്ട കേസാണ്. ഭരണഘടനയെ കുറച്ച് കാണിച്ചുകൊണ്ടാണ് ഈ തുടക്കത്തിൽ തന്നെ കാണിച്ചു വെച്ചേക്കുന്നത്. ഇതൊന്നും വാർത്തകളൊന്നും ഹൈലൈറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് വലിയ സീനാക്കാത്തത്. ഞാനിത് പ്രതികരിക്കാതിരിക്കുകയില്ല. കാരണം നമ്മുടെ ജനങ്ങൾ ഇനി അനുഭവിക്കേണ്ടതാണ് ഞാൻ പറയുന്നത്. വർഗീയത തിരുവനന്തപുരം അപേക്ഷിച്ച് നോക്കുമ്പോൾ BJP കുറെ കളിക്കാനുള്ള സാധ്യതയുണ്ട്. തലസ്ഥാനമായതുകൊണ്ട് BJP, LDF, കോൺഗ്രസ് ഏത് പാർട്ടിയാണേലും എന്താ, ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ജനങ്ങൾ എനിക്ക് ഇത്രയും 2025 എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, പറഞ്ഞു പോകുന്നതാണ്, ആഗ്രഹമാണിത്, പറഞ്ഞു പോകുവാണ് ആഗ്രഹം കൊണ്ട്. ഇത്രയും കാലമായിട്ടും നിങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി നോക്കാതെ വോട്ട് ചെയ്യാൻ അറിയത്തില്ലേ? സ്ഥാനാർത്ഥിക്ക് എന്ത് ക്വാളിറ്റിയാണ് ഇവർക്കുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടോ? ഇല്ല. പാർട്ടി നോക്കിയിട്ട് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ പാർട്ടി നോക്കി വോട്ട് ചെയ്തിട്ടും നിങ്ങളുടെ റോഡ് ഇപ്പോഴും കുഴിയല്ലേ? മൊത്തം കുഴിയും കുന്നും കുഴിയും മാത്രമല്ലേ ഉള്ളൂ. ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റിയില്ല, എനിക്കറിയാം. എന്നാലും പഠിക്കത്തില്ല ജനങ്ങൾ.